ബിസിനസിന്റെ നഷ്ടം പരിഹരിക്കുന്നതിനായി കടുത്ത നടപടികൾ സ്വീകരിക്കാൻ എയർബസ് നിർബന്ധിതരാകുന്നതായിട്ടുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി ആഗോളതലത്തിൽ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനുള്ള നടപടികൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യുകെയിൽ മാത്രം 500 എയർബസ് ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടമാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 2026 പകുതിയോടെ ആഗോളതലത്തിൽ 2000-ലധികം എയർബസ് ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടും. എയർബസ് കമ്പനിയുടെ മൊത്തം ജീവനക്കാരുടെ 5% വരും ഇത്. കമ്പനിയുടെ വിൽപ്പന ഉയരുമ്പോഴും ലാഭം കുറയുന്ന സാഹചര്യത്തിലാണ് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനുള്ള തീരുമാനമെടുത്തത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. യുകെയെ കൂടാതെ ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും തൊഴിൽ നഷ്ടപ്പെടുന്നവരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് എയർബസിന്റെ ലാഭം 22% ഇടിഞ്ഞ് 1.8 ബില്യൺ പൗണ്ടിലെത്തി. എന്നാൽ വിൽപ്പന കൂടുകയും ചെയ്തു. നിലവിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 7% വളർച്ചയാണ് വിൽപ്പനയിലുണ്ടായത്. ഒക്ടോബർ 30 വരെയുള്ള കണക്കുകൾ പ്രകാരം 44.5 ബില്യൺ പൗണ്ടിന്റെ ബിസിനസ്സാണ് കമ്പനി നടത്തിയത്. വിൽപ്പന കൂടുകയും ലാഭം കുറയുകയും ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് ചിലവ് ചുരുക്കൽ നടപടികളുമായി കമ്പനി മുന്നോട്ട് പോകുന്നത്. ഇത് ആദ്യമായിട്ടല്ല കമ്പനി ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നത്. 2020-ൽ കമ്പനി ആഗോളതലത്തിൽ 15,000 ജോലികൾ വെട്ടിക്കുറച്ചിരുന്നു. അന്ന് യുകെയിൽ മാത്രം 1,700 പേർക്കാണ് തൊഴിൽ നഷ്ടമായത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.